വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി നമുക്ക് അപ്ഡേറ്റ് ക്വറിയിലുള്ള കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത് റിഡൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് നമുക്ക് ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് ആണ് ഡാറ്റക്ക്. അതേപോലെ തന്നെ അത് സ്കാറ്റേഡ് ആയിട്ട് മൾട്ടിപ്പിൾ സ്ഥലത്ത് അവിടെയും കുറച്ച് സ്റ്റോർ ചെയ്തു, ഇവിടെയും കുറച്ച് സ്റ്റോർ ചെയ്തു, അങ്ങനെ രീതിയിലാവരുത്. പിന്നെ അതേപോലെ തന്നെ മൾട്ടിപ്പിൾ പ്ലേസസിൽ ഒരേ ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. റിഡൻഡൻസി ഒഴിവാക്കണം. അപ്പൊ ഇവിടെയുള്ള നമ്മളെ എക്സാമ്പിൾ ഡാറ്റാബേസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു എംപ്ലോയീസ് ടേബിൾ റിഡൻഡൻസി ഉണ്ട്. ഇവിടെ കാണാം ഡിപ്പാർട്ട്മെന്റ് IT എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ഥലത്ത് നമ്മൾ രണ്ട് എംപ്ലോയീസിന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഹാർഡ് കോഡ് ചെയ്ത പോലെയാണ്. അപ്പൊ അതിനുള്ള സിനാരിയോസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇൻ ഫ്യൂച്ചറിൽ IT ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം മാറി എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എത്രത്തോളം എംപ്ലോയീസിന്റെ റെക്കോർഡ് ഉണ്ട് അവർക്കൊക്കെ പോയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. വെറുതെ ആ ഒരു IT എന്ന് പറഞ്ഞ വാർക്കാര് നമ്മൾ സ്റ്റോർ ചെയ്യാനല്ലേ. അപ്പൊ ആ സ്പേസ് ഒക്യുപ്പൈ ചെയ്ത് അനാവശ്യമായിട്ട് നമ്മൾ ആ സ്പേസ് ഒഴിവാക്കി കൊടുക്കുകയാണ്. അപ്പൊ അത് നമുക്ക് കമ്പനിക്ക് ഡാറ്റാബേസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ക്ലൗഡ് ഒക്കെ ആണെങ്കിൽ AWS RDS ഒക്കെ ആണെങ്കിൽ അതിന് കോസ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ കോസ്റ്റ് കൂടും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ റിഡൻഡന്റ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പാടില്ല. അപ്പൊ അത് അവോയ്ഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ടേബിൾ ആക്കി മാറ്റിയിട്ട് ആ ഒരു ടേബിളിന്റെ ID ആയിരിക്കണം ഇവിടെ റെഫർ ചെയ്യുന്നത്. അപ്പൊ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്യുന്നത് എംപ്ലോയിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കണം, അല്ലാതെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽ ആവരുത്. IT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ നെയിമാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം ഇവിടെ സ്റ്റോർ ചെയ്ത് ഏത് ഡിപ്പാർട്ട്മെന്റ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിന് ഒരു ID ഉണ്ടെങ്കിൽ ID1 എന്ന് പറഞ്ഞ ഐഡിയുള്ള ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു എംപ്ലോയി എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലാതെ ആ ഒരു ടേബിൾ എപ്പോഴും നിങ്ങൾ ടേബിൾ ഉപയോഗിക്കുക സ്റ്റുഡന്റിന്റെ ടേബിൾ ആണെങ്കിൽ അത് സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻ മാത്രം സ്റ്റോർ ചെയ്യുക. എംപ്ലോയിന്റെ ടേബിൾ ആകുമ്പോൾ എംപ്ലോയിന്റെ ഇൻഫർമേഷൻ മാത്രം സ്റ്റോർ ചെയ്യുക. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ടേബിൾ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ കൂടെ റിയലിസ്റ്റിക്കലി നമുക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ് കൂടെ നിങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടേബിൾസ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ചേഞ്ച് ചെയ്ത ടേബിളിന്റെ ആ ഒരു കോഡ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ടേബിൾ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. കമാൻഡ് K ന്യൂ learn_SQL_advanced ഒരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അത് സെലക്ട് ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്നത് ക്ലോസ് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലോസ് കണക്ഷൻ കൊടുത്തു. പുതിയ ഡാറ്റാബേസിൽ എനിക്ക് ടേബിൾസ് ഒന്നുമില്ല. അപ്പൊ ആ ടേബിൾസ് കുറേ ടേബിളും അതിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള കുറച്ച് ക്വറീസ് ഉണ്ട്. ആ ക്വറീസ് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ്. SQL പോയിട്ട് പേസ്റ്റ് ചെയ്തു, റൺ ചെയ്തപ്പോൾ ആ ടേബിൾസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഞാൻ റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തപ്പോൾ ആ ടേബിൾസ് വന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ്സ് ഡിപ്പാർട്ട്മെന്റ് നെയിം ഫിനാൻസ് HRIT ഡിപ്പാർട്ട്മെന്റ് നെയിം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എംപ്ലോയീസിൽ വന്നു കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ IDക്കുള്ള ആ ഒരു ഫീൽഡിന് സ്പേസ് ആണ് അത്. ഇപ്പൊ നമ്മൾ ID ഡിപ്പാർട്ട്മെന്റിൽ ടാഗ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഇപ്പൊ നള്ളാണുള്ളത് റെഫർ ചെയ്യുന്ന ഒരു ആരോ കാണാം. അപ്പൊ അതൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട് റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ SQL ക്വറി എങ്ങനെയാണെന്നുള്ളത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ റെഫറൻസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു മെയിൻ ടേബിൾ ഏത് ടേബിൾ ആണോ മറ്റൊരു ടേബിളിൽ റെഫർ ചെയ്യേണ്ടത് ആ ടേബിൾ ആദ്യം ഉണ്ടാക്കണം. അപ്പൊ എന്താണ് ഡിപ്പാർട്ട്മെന്റ് ടേബിൾ ആദ്യം ഉണ്ടാക്കി അല്ലെ. ക്രിയേറ്റ് ടേബിൾ ഡിപ്പാർട്ട്മെന്റ്സ് ഡിപ്പാർട്ട്മെന്റ് ID ഇന്റ് ഓട്ടോ ഇൻക്രിമെന്റ് പ്രൈമറി കീ ഡിപ്പാർട്ട്മെന്റ് നെയിം വാർക്കാർ 50 അതിന്റെ ലെങ്ത് 50 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ടേബിളിന്റെ ID ആണ് അടുത്ത ടേബിൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഈ ടേബിൾ ഉണ്ടാക്കിയിരിക്കണം. ഇനി എംപ്ലോയി ടേബിളിൽ ഒന്ന് എംപ്ലോയി ID ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നേരത്തെ പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന് പകരം ഡിപ്പാർട്ട്മെന്റ് ID ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ഇന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, എന്നിട്ട് അടുത്ത ഓപ്ഷൻ കൊടുത്തത് എന്താണ് കോമ ഇട്ടിട്ട് ഫോറിൻ നമ്മൾ പ്രൈമറി കീ എന്നൊക്കെ പറയുമ്പോൾ ഫോറിൻ കീ ബ്രാക്കറ്റിൽ എന്താണ് ഡിപ്പാർട്ട്മെന്റ് ID. അതായത് ഈ ടേബിളിലുള്ള ഡിപ്പാർട്ട്മെന്റ് ID എന്ന് പറഞ്ഞ ഫീൽഡ് ഫോറിൻ കീ ആണ്. ഫോറിൻ കീ എന്ന് പറയുമ്പോൾ വേറൊരു ടേബിളിൽ നിന്ന് വരുന്ന കീ ആണ് എന്നാണ് പറയുന്നത്. ഫോറിൻ ആണ്, അത് ഈ നാട്ടുകാരനല്ല, പുറത്തെ നാട്ടിൽ നിന്ന് വരുന്ന ആളാ എന്നൊക്കെ പറയും പോലെ പുറത്തൊരു ടേബിളിൽ നിന്ന് വരുന്ന കീ ആണ്. എന്നിട്ട് പറയണേ ഓക്കെ ആയിക്കോട്ടെ എവിടുന്ന് വരുന്ന ആളാണ്, അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. റെഫറൻസസ് അത് റെഫർ ചെയ്യുന്ന എവിടുന്നാണ് സ്പേസ് ഇട്ടിട്ട് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ ടേബിളിലാണ് അത് റെഫർ ചെയ്യുന്നത്. അവിടുത്തെ ഏത് ഫീൽഡാണ് ഡിപ്പാർട്ട്മെന്റ് ID. അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ID ആണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ID. ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് IDക്ക് പകരം നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക DEPT ID എന്നാണ് കൊടുത്തെങ്കിൽ ഇവിടുന്ന് ഫോറിൻ കീ ഓഫ് DEPT ID റെഫറൻസസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ID. ഡിപ്പാർട്ട്മെന്റ് ടേബിളിലുള്ള ഡിപ്പാർട്ട്മെന്റ് ID എന്താണ് ഇവിടുത്തെ DEPT ID. ഇവിടെ നമ്മൾ ഒരേ നെയിം തന്നെയാണ് ഇപ്പൊ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഫോറിൻ കീ നിങ്ങൾ ഒരു ടേബിളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഫോറിൻ കീ ആഡ് ചെയ്യുന്നതോടെ നമുക്ക് എന്ത് കിട്ടും, ഡാറ്റ റിഡൻഡൻസി ഒഴിവായി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ ടേബിൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ കുറച്ച് ഡാറ്റയും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള അപ്ഡേറ്റ് ക്വറീസ് നോക്കാം.